കൊള്ളാം. അമ്മേ. ഇത് കൊള്ളാലോ. ഇവിടെ എപ്പോഴാ ഇത്രയും സ്മൂത്ത് റോഡായത്? ഇതിലൂടെ സ്കൂട്ടർ ഇപ്പൊ വെണ്ണ പോലെ ഓടുകയാ. ആരാ നീ? ഓ സാർ, എന്നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ബസ്സിലും ട്രെയിനിൽ കയറാൻ എനിക്ക് വളരെ പേടിയാണ്. ടിക്കറ്റ് എടുത്ത് കയറി എന്നിട്ട് പേടിയൊക്കെ മാറും. നീയാണല്ലേ ഈ ചുമരിൽ ചിത്രം വരച്ചു വെച്ചത്? അല്ലല്ലല്ലല്ല, ഞാനല്ലല്ലേ. ആ, ഞാൻ തന്നെയാണ് സാർ അത് വരച്ചത്. സാർ, അല്ല, സാറിന്റെ മുഖത്ത് എന്തുണ്ടല്ലോ. കണ്ണാടിയിലേക്ക് നോക്കൂ. നിക്ക്, നഗരത്തിലുള്ളവരെ ശല്യം ചെയ്യുന്നോ? അല്ലല്ലല്ലല്ല, ഞാനല്ല. ആ, വരക്കാറുണ്ട്. വളരെ ടാലന്റഡ് ആയ പെയിന്ററാണ് സാർ. പെയിന്റിംഗ് എന്റെ ജീവനാണ്, ജീവന്റെ ജീവനാണ്, ജീവാത്മാവും പരമാത്മാവുമാണ് സാർ. എന്റെ മമ്മയും പപ്പയുമാണ്. മമ്മിയും പപ്പയുമാണെന്നോ? അതെ സാർ, അവരുടെ പേരും പെയിന്റർ എന്നാണ്. രാഹുൽ പെയിന്റർ, പ്രീതി പെയിന്റർ. വളരെ പാവപ്പെട്ടവനാണ് സാർ. വീട്ടിലൊരു പായ പോലും ഉറങ്ങാൻ വേണ്ടിട്ട് പായയുടെ പടം വരച്ച് അതിന് മുകളിലാണ് ഞാൻ കിടന്നുറങ്ങാറുള്ളത്. ഇതെങ്ങനെയുണ്ട്? ഇതാരാ? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സാറേ. ഇതുപോലും ഞാൻ വരച്ച് വെച്ചതാണ് സാർ. അല്ല, നീ എന്തിനാ പേടിക്കുന്നേ? നാട്ടുകാരെന്ത് വിചാരിക്കും? ഈ ഹണിയുടെ കൂടെ താമസിച്ചിട്ടും ഇതുവരെ നിനക്ക് ധൈര്യമില്ലെന്ന്. വല്ലാത്ത നാണക്കേട് തന്നെയാണ്. അത് ശരി, നിനക്കപ്പ ആരെയും പേടിയില്ലല്ലേ? ആരെയും പേടിയില്ല. പേടി എന്നൊരു വാക്ക് എന്റെ ഡിക്ഷണറിയിൽ പോലും ഇല്ല. അതെന്താ? എന്താണെന്ന് വെച്ചാൽ എന്റെ കയ്യിൽ ഇംഗ്ലീഷ് ഡിക്ഷണറി അല്ലേ ഉള്ളത്.
ഇപ്പോഴും നീ ഒരു കൊച്ചു കുട്ടിയെ ഹണി. എന്റെ അമ്മച്ചി, ഏതാ ഹണി? എന്റെ പേര് പങ്കജ് എന്നാണ്. എന്താ കാര്യം? നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഇത് ബണ്ണിയുടെ ശബ്ദമാണല്ലോ. ഹൈ! പുലി ബണ്ണിയെ തിന്നു കളഞ്ഞു. വൈഫൈയുടെ പാസ്വേഡ് ബണ്ണിക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ പുലി. ആരുമില്ലേ ഇവിടെ? പുറത്താകെ പളപളാന്ന് മിന്നുന്ന വെയിലാണ്. ഇതെന്റെ മൊബൈൽ ഫോണിന്റെ റിംഗ് ടോൺ ആണ്. അടികൈ. അതെ, ഇത് ഞാനാ പോപ്പട്ട്, അല്ലാതെ കരിമ്പാറയൊന്നുമല്ല. എല്ലാവരും കൂടി എന്റെ പുറകെ വന്ന് ഒളിച്ചിരിക്കാൻ സംശയമുണ്ടോ? ഹൈ! ശോ, ശോ, പുലി പോ, പോ, പുലി. ഒരു മുറിയിൽ 4 പേര് ചേർന്ന് ഇങ്ങനെ പേടിച്ചു നിൽക്കുന്ന കണ്ടില്ലേ? അത് പുലിയാണ്, അല്ലാതെ സോർദാറിന്റെ അമ്മാവനല്ല. കാര്യം എന്താന്ന് മനസ്സിലായില്ലേ? എന്റെ ചങ്ങാതിമാരെ, നിങ്ങളിങ്ങനെ പേടിക്കാതെ നിക്കവിടെ. ലെഫ്റ്റിലേക്ക് പോ. അല്ല, നമ്മൾ പോവേണ്ടത് റൈറ്റിലോട്ടാണ്. ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർക്കും ചിലപ്പോഴൊക്കെ അബദ്ധം പറ്റാറുണ്ട്. എടാ, ഒന്ന് മിണ്ടാതിരിക്ക്. ഞാൻ ബണ്ണിയാണ്, ബണ്ണി. നിക്ക്, ഞാൻ ഏതായാലും ഒന്ന് നോക്കട്ടെ. നിന്റെ തോളിന്റെ താഴെ വല്ല അടയാളം ഉണ്ടോ? ഇല്ല. ബണ്ണിയുടെ തോളിന്റെ താഴെയോ അടയാളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നീ ബണ്ണി തന്നെയാണ്. ബണ്ണി പുലിയായത് ഏതായാലും നന്നായി. ഇനി എല്ലാ പാലും ഞാൻ ഒറ്റയ്ക്ക് കുടിക്കല്ലോ. ബണ്ണി, നീ എന്തിനാ പുലിയുടെ വിഷത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? എന്റെ കൂട്ടുകാരെ, എന്നെ ഒരു കുരങ്ങൻ വഴിയിൽ വെച്ച് പുലിയെ പോലെ പെയിന്റ് ചെയ്തായിരുന്നു. ഓ, അത് കുഴപ്പമില്ല. ഇനിയിപ്പോ നീ ഏതായാലും പുലിയായല്ലോ. നീ എന്റെ കൂടെ വാ. അത് മൃഗശാലയുടെ വാനാണല്ലോ. അയ്യോ. വരൂ എന്റെ മകനെ, ഞാൻ നിനക്ക് വേണ്ടി എത്ര നേരമായി കാത്തിരിക്കുന്നു എന്നറിയാമോ? ഞാൻ ഇയാളുടെ മോനാണെന്ന് വിചാരിച്ചേ. ഓ നോ. അതോ നോക്ക്, ദാ അവിടെ. എല്ലാവരും കൂടിന്റെ അടുത്ത് മാറി നിൽക്ക്. ഇവൻ തന്നെയാ ഞാൻ പറഞ്ഞ പെയിന്റർ കുരങ്ങൻ. അതായത് എന്നെ പുലിയെ പോലെ വരച്ചത് ഇവനാ. ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടോന്ന് നിനക്കറിയോ? അല്ലല്ല, ഞാനല്ല. അതെനിക്കറിയാം സാർ. നിങ്ങൾ ഏത് ട്രാക്കിലാണോ ഇവിടേക്ക് വന്നത്, അതേ ട്രാക്കിൽ തന്നെയാണ് ഞാനും ഇവിടേക്ക് വന്നത്. എടാ, വേഗം ബണ്ണിയെ പഴയതുപോലെ ആക്ക്. അല്ലെങ്കിൽ എന്റെ ഈ ചുണ്ട് കണ്ടോ, ഇത് വെറും പഴം കൊത്തി തിന്നാനുള്ള അല്ല. സംശയമുണ്ടോ?
നീ ബണ്ണിയെ പഴയതുപോലെ ആക്കിയിട്ട് പോയാ മതി. സംശയമുണ്ടോ? അല്ല ഞാനല്ല. പക്ഷേ എന്റെ കളറുകളെല്ലാം തീർന്നു പോയി സാർ. അതുകൊണ്ട് ഞാനിപ്പോ വേറെ കളർ മേടിക്കാൻ പോവുകയായിരുന്നു. പിള്ളേരെ, വലിയ ആനകളെ പോലും ചെറിയ തോട്ടി കൊണ്ട് തളയ്ക്കാനാകും. ഈ കുരങ്ങന്റെ ആവശ്യമില്ലാതെ ബണ്ണിയുടെ കളർ നമുക്ക് കഴുകിക്കളയാനും ആകും. അടികൈ. നിങ്ങൾക്കെന്താ വട്ട് പിടിച്ചോ? ബക്കറ്റ് കോരി വെള്ളം ഒഴിച്ചാ പോരായിരുന്നോ? അതെ, ഈ ഇഞ്ചി ഒന്ന് കഴിച്ചു നോക്കിയേ. എങ്ങനെയുണ്ട്? ഭയങ്കര എരിച്ചില്ല അനിയ. അത് കൊള്ളാലോ. അപ്പൊ പണ്ടുള്ളവര് പറഞ്ഞത് വളരെ ശരിയാ. നീ എന്താ ഇങ്ങനെ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ഇരിക്കുന്നതെന്ന്. എനിക്കറിയാം ഇവനെ എന്താ ചെയ്യേണ്ടതെന്ന്. എന്റെ മോനെ. അതെ കൊരങ്ങച്ച, നീ ഇപ്പൊ ഒരു പാഠം പഠിച്ചില്ലേ? അല്ലല്ലല്ല ഞാനല്ല. പഠിച്ചു ഞാനൊരു പാഠം പഠിച്ചു സാർ. അത് കാലക്കി. പണ്ട് ദൈവം പിന്നീട് വെച്ചിരുന്നത് ഇപ്പോ എല്ലാം നേരത്തെയാണ്. ബണ്ണിക്ക് സ്വന്തം രൂപവും തിരിച്ചു കിട്ടി. പുലിയുടെ കുട്ടി കുരങ്ങനാണ്. അടികൈ.